ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കുപ്പി വെച്ച് 2 എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സ്പെരിമെന്റ് ആണ്. ഒന്നാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുപ്പിയിൽ നിന്ന് എങ്ങനെ എത്ര സ്പീഡിൽ നമുക്ക് വെള്ളം പുറത്തേക്ക് കളയാന്നുള്ളതാണ്. രണ്ടാമത്തെ പറയുന്നത് നമുക്കൊരു ടൊർണാഡോ ട്യൂബ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അത് 2 കുപ്പിയും വെച്ച് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് എടുക്കാം. ഫസ്റ്റ് എക്സ്പെരിമെന്റ് വളരെ സിമ്പിളാണ്. ഇത് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിരിക്കുന്നതാണ്. ഈ വെള്ളം നമുക്ക് എത്ര സ്പീഡിൽ നമുക്ക് പുറത്തേക്ക് കളയാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ്. ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കളഞ്ഞാൽ തന്നെ ഇങ്ങനെ കളയാൻ നോക്കിയാൽ ഏകദേശം ഒരുപാട് നേരം എടുക്കില്ലേ. ഇങ്ങനെ കളയാൻ നോക്കിയാലും കുറച്ച് എളുപ്പവഴി നമുക്ക് ട്രൈ ചെയ്യാമല്ലേ. നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴി പോലെ വിട്ടിട്ട് ഒരു വോർട്ടെക്സ് ഉള്ളിൽ ഫോം ചെയ്തിട്ട് പുറത്തേക്ക് വെള്ളം കളയാന്നുള്ളതാണ്. അത് നല്ല സ്പീഡിൽ വെള്ളം പോവുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്യാം. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എയർ നടുക്കേ കൂടെ അകത്തേക്ക് കയറുകയും വെള്ളം ഈ സൈഡിൽ കൂടെ സർഫസിൽ കൂടെ പുറത്തേക്ക് വരികയും ചെയ്യുകയാണ്. അതാണ് നടക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് വെള്ളം പുറത്തേക്ക് പോയി. അത് എയറിനകത്തേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടാണ് അത്രയും വേഗം നമുക്ക് വെള്ളം പുറത്തേക്ക് പോകാൻ പറ്റിയത്. ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വോർട്ടെക്സ് ഫോം ചെയ്ത് നമുക്ക് വെള്ളം കളയാം. അല്ലാതെ തന്നെ ഇവിടെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ എയറിന് ഫ്രീ ആയിട്ട് അകത്തേക്ക് കയറുകയും ചെയ്യാം. കണ്ടോ, ഒരു ഹോൾട്ട് ഉണ്ട്. എയറിനകത്തേക്ക് ഫ്രീ ആയിട്ട് കയറുകയും ചെയ്യാം. വെള്ളം പുറത്തേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം പുറത്തേക്ക് കളയാം. പക്ഷേ ഇത് എല്ലായിടത്തും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല, കാരണം ഹോൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നോക്കോട്ടോ, കണ്ടാ എങ്ങനെയുണ്ട്? പെട്ടെന്ന് നമ്മൾ വെള്ളം പുറത്തേക്ക് കളഞ്ഞില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഫുള്ളി സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെന്റിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ടൊർണാഡോ ട്യൂബ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടത് വെറുതെ ജസ്റ്റ് ഒരു കുപ്പിയുടെ അടപ്പം മാത്രം മതി നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ടൊർണാഡോ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ടായിട്ട് 2 കുപ്പിയിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സാധനമാണ്. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ടോയ്, അത്രേ ഉള്ളൂ. അത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 2 അടപ്പൻ ഇങ്ങനെ എടുത്തിട്ട് 2 സൈഡിലും ഒട്ടിച്ച് വെച്ച് നടുക്കൊരു ഹോൾട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടൊർണാഡോ ട്യൂബ് ഇതേ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നടുക്ക് കുറച്ച് പശേൻ്റെ വെച്ചിട്ടുണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ വിട്ടുപോരായിരിക്കാൻ പെട്ടെന്ന്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇതേ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ കുപ്പിയിലേക്ക് നമുക്കൊന്ന് കയറ്റാം. മറ്റേ വശം നമുക്കൊരു കുപ്പിയിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം. ടൊർണാഡോ ഉണ്ടാവുമോ നോക്കാം ടൊർണാഡോ ട്യൂബ് വെച്ച്. അതിന് മുമ്പ് നമുക്ക് ടൊർണാഡോ എന്നാന്ന് പറയാം. ടൊർണാഡോ ശരിക്കും ചൂടുള്ള കാറ്റ് മുകളിലേക്ക് റൈസ് ചെയ്യുകയും തണുത്ത കാറ്റ് സൈഡിൽ കിടന്ന് കറങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ടൊർണാഡോ. അപ്പോൾ അത് നമുക്ക് ഈ കുപ്പിയുടെ അകത്ത് എങ്ങനെ ഒറിജിനൽ ടൊർണാഡോ അല്ല വാട്ടർ ടൊർണാഡോ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഓ, പോനില്ലല്ലോ ടൊർണാഡോ, അവിടെ വെള്ളം തന്നില്ലല്ലോ. ആ ഫ്രണ്ട്സ്, നമുക്കൊന്ന് കുലുക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് കുലുക്കി കൊടുക്കാം. പൊളി, അടിപൊളിയായിട്ട് വരുന്നുണ്ട് ടൊർണാഡോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. നല്ലൊരു സ്വിർലിംഗ് എഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. വാവ്, ആ ഒരു ചുഴി ഉണ്ടായി വന്നെ നോക്കി, നല്ല ഭംഗിയാണ്. ശരിക്കും ടൊർണാഡോ വന്ന പോലെ മുകളിൽ നോക്കി, ശരിക്കും ടൊർണാഡോ പോലെ നമുക്ക് കാണാൻ പറ്റും. ആയ്, സൂപ്പർ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് ഇത് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉണ്ടായി വന്ന വോർട്ടെക്സ്, ആ ചുഴി നമുക്കൊന്ന് അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് കൂടി ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യണം ആ വോർട്ടെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് സോപ്പ് പൊടിയാണ് ഇട്ടേക്കണേ. എന്താ, സോപ്പ് പൊടി ഇട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചുഴി നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ, കാണുന്നില്ലല്ലോ. വെരി ബാഡ്. ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം.
എക്സ്പെരിമെൻറ്റ് സക്സസ് ആയില്ലെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അത് ഫുള്ള് വീണിട്ടുണ്ടായിരുന്നില്ല. ആ ദേ വരുന്നുണ്ട്, ദേ താഴേക്ക് നോക്കി, നല്ല അടിപൊളിയായിട്ട് തന്നെ ദേ കൊമ്പളേക്ക് വന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനത്. ഫ്രണ്ട്സ്, നമ്മുടെ എക്സ്പെരിമെന്റിൽ നടക്കുന്ന വേറെ ഒന്നുമല്ല, ഈ വെള്ളം ഇതുവഴി പോകുമ്പോൾ അതിൻ്റെ അകത്തേക്കൂടെ എയർ നമുക്ക് അകത്തേക്കൂടെ സക്ക് ചെയ്ത് ഇപ്പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള വെള്ളം അപ്പുറത്തേക്ക് പോകും. അതാണ് ശരിക്കും നടക്കണേ. നമ്മൾ ആ ഒരു വോർട്ടെക്സ്, അതായത് ചുഴി ഉണ്ടാവുന്നത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം കുറച്ച് സോപ്പ് പൊടി ഇട്ട് ട്രൈ ചെയ്ത്, അത് പക്ഷേ വർക്കൗട്ട് ആയില്ല. നമുക്കിത് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ കാരണം എണ്ണ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വോർട്ടെക്സ് ശരിക്കും കാണാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കണേ. അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ചുഴി വന്നത്. അടിപൊളി, നല്ല രസം കാണാൻ. മഞ്ഞക്കളറിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 2 എക്സ്പെരിമെൻറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇനിയും നമുക്ക് ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതേമാതിരത്തെ അടിപൊളി വീഡിയോസ് നമുക്ക് ഇനിയും കാണാം. ഇത് നല്ല അടിപൊളിയായിട്ട് ടൊർണാഡോ തന്നെയാണ് വെള്ളത്തിൻ്റെ ഒരു ചുഴി, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതേമാതിരത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.